ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവസാനിപ്പിച്ച ഫസ്റ്റ് പാർട്ടിൽ നിന്നും ഇങ്ങനൊരു സീക്വൽ ഉണ്ടാകണമെങ്കിൽ ചില്ലറ കഴിവൊന്നും പോരാ. കൃഷ്ണദാസ് മുരളി വെടിച്ചില്ല റൈറ്റിംഗ്, മൈൻഡ് ബ്ലോയിങ് ഡിറക്ഷൻ. അങ്ങനെ ഒരു പ്ലോട്ട് ഡെവലപ്പ് ചെയ്താലും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കാണിച്ച സൈജു കുറുപ്പിന് ഹാറ്റ്സ് ഓഫ്. അഭിനയത്തിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. B2M ഭരതനാട്യം 2 മോഹിനിയാട്ടം, വാട്ട് എ മൂവി. ഈ അടുത്തൊന്നും ഇങ്ങനൊരു എൻ്റർടൈനർ കണ്ടിട്ടില്ല. 2.5 മണിക്കൂർ തിയേറ്ററിൽ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി. ചിരി കാരണം പകുതി ഡയലോഗുകൾ വരെ കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ ഫിലിമിൽ സ്ക്രീനിൽ വന്നു പോകുന്ന എല്ലാവരും, ഇൻക്ലൂഡിങ് ഒരു പട്ടിക്കുട്ടി സിംബ, എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ്. ഫിലിം ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്റ്റ് കട്ട ഡാർക്കുമാണ്, അത്യാവശ്യം കോൺട്രവേഴ്സീസ് വിളിച്ചു വരുത്താൻ ചാൻസ് ഉള്ളതുമാണ്. പക്ഷെ അതൊക്കെ നൈസായിട്ട് ഹ്യൂമർ കോട്ട് ചെയ്ത് ഡീസൻ്റായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ കോൾഡ് ഡാർക്ക് ഹ്യൂമർ. ഇതിൽ കോമഡി എല്ലാവരും നൈസായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള 4 പേരുണ്ട്. അവർ ശരിക്കും മറ്റേ റിലേയിൽ ബാറ്റൺ കൈമാറുന്ന പോലെയായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ കലാരഞ്ജിനി ഇത് പിടിച്ച് ഓടി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദു പൊതുവാളിന് ഹാൻഡ് ഓവർ ചെയ്തു. പിന്നെ ഇൻ്റർവെൽ ആയപ്പോഴേക്കും ഈ കാണുന്ന മുതൽ ബേബി ജീൻ ഷോ അങ്ങ് തൂക്കി. പിന്നെ കലാശക്കോട്ടിന് വിനയ് ഫോർട്ട് വന്ന് അവസാനിപ്പിച്ചു. എന്തായാലും വിഷുവിന് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭരതൻ നായരുടെ ഫാമിലിയുടെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും. അപ്പോൾ മറ്റൊരു മൂവി റിവ്യൂ ആയിട്ട് ഇനിയും കാണാം. ബൈ.